الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ നാനാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് അഥവാ തഖ്വ പാലിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും പ്രത്യേകം വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല മരണം വരെ മുത്തഖീങ്ങളായിട്ട് ജീവിക്കുവാനും മുസ്ലിമായിട്ട് മരിക്കുവാനുള്ള മഹാഭാഗ്യം നൽകി നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും റമദാനിൻ്റെ 29 വ്രതങ്ങൾ നോറ്റ് അതിൻ്റെ ചൈതന്യം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഇന്ന് ഈദ്ഗാഹിലേക്ക് പെരുന്നാൾ നിസ്കാരത്തിന് പോയത്. ശേഷം ഈ ജുമയിൽ പങ്കെടുക്കുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെപ്പോഴും അള്ളാഹുവിൻ്റെ വക്താക്കളായിട്ട് അവൻ്റെ അടിമകളായിട്ട് ജീവിക്കണം. റമദാൻ മാസത്തിൽ അത് പ്രത്യേകമായിട്ട് ഇബാദത്തിന്റെ മാസമാണ്. പക്ഷേ അത് കഴിഞ്ഞാൽ പിന്നീട് ദീനുമായിട്ട് ബന്ധങ്ങൾ കുറെ കുറഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് പോകുവാൻ പാടില്ല. മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, കുൻ റബ്ബാനിയൻ വലാ തകുൻ റമദാനിയൻ. നീ അള്ളാഹുവിന്റെ അടിമയായിക്കോ, ഒരിക്കലും നീ റമദാൻ മാസത്തിന്റെ അടിമയാകണ്ട. ആ നിലക്ക് ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തുൽ ഹിജ്റിന്റെ അവസാന ആയത്ത്, വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. അല്ലാഹു തആല എന്നോടും നിങ്ങളോടും കൽപ്പിക്കുകയാണ്. അല്ലാഹു കൽപ്പിക്കുകയാണ് നമ്മോട്. അത് കൽപ്പന അനുസരിക്കൽ നിർബന്ധമാണ്. വഅബ്ദു റബ്ബക, നീ നിന്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്തോ, നന്നായിട്ട് ആരാധനകൾ ചെയ്തോ. ഹത്താ യഅതിയകൽ യഖീൻ, നിനക്ക് മരണം വന്നെത്തുന്നവരെ, ഉറപ്പാകുന്ന മൗത്ത് നിന്നിലേക്ക് വരുന്നത് വരെ. ഇവിടെ പണ്ഡിതന്മാർ യഖീൻ എന്നതിന് പറഞ്ഞത് മരണം എന്നാണ്. ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറഞ്ഞു, വൽ യഖീനു ഹാഹുന അൽ മൗത്ത് ലിഖൗലിഹി തആല ഹത്താ അതാനൽ യഖീൻ. എന്താണ് പറഞ്ഞത്? ഇവിടെ യഖീൻ, ഉറപ്പ് എന്ന് പറഞ്ഞാൽ അത് മരണമാണ്. അത് അള്ളാഹുവിന്റെ വചനം അതിനെ സൂചിപ്പിക്കുന്നു. സൂറത്തുൽ മുദ്ദസ്സിറിലെ ഹത്താ അതാനൽ യഖീൻ, നമുക്ക് ഉറപ്പാകുന്ന മരണം വരുന്നത് വരേക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി റമദാനിൽ കിട്ടിയ ഊർജം കൊണ്ട്, അതിലുണ്ടാക്കിയ തഖ്വ കൊണ്ട് കൂടുതൽ നന്നായ രീതിയിൽ ബാക്കി മാസങ്ങൾ കൈകാര്യം ചെയ്യുവാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. ഇമാം ഹസൻ അൽ ബസരി റഹിമഹുല്ലാഹ് പറഞ്ഞു, ലം യജഅലില്ലാഹു ലിഅമലിൽ മുഅ്മിനി അജലൻ ദൂനൽ മൗത്ത്. അല്ലാഹു തആല
ഒരു മുഅ്മിനിന്റെ ആയുസ് അത് അവന്റെ മരണത്തോടോട് കൂടിയല്ലാതെ അവന്റെ ഇബാദത്തിന് അവധി നൽകുന്നില്ല എന്നാണ്. അവന്റെ മരണത്തോട് കൂടിയല്ലാതെ അവന്റെ ഇബാദത്തിന് അള്ളാഹു അവധി നൽകുന്നില്ല. അത് നിന്ന് കഴിയാത്തവൻ നിസ്കരിക്കുന്നവൻ നിന്നിട്ട് നിസ്കരിക്കാൻ കഴിയാത്തവൻ ഇരിക്കണം. വത്തഖുല്ലാഹ മസ്തതഅതും, കഴിവിന്റെ പരമാവധി റബ്ബിനെ സൂക്ഷിച്ച് ഇബാദത്ത് ചെയ്ത് മരണം വരെ പോകേണ്ടതുണ്ട്. എന്താണ് അവന് ചെയ്യുവാൻ ദീനിന്റെ പരിധിയിൽ നിന്ന് സാധിക്കും അത് ചെയ്ത് മുന്നോട്ട് പോകണമെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഇമാം ഹസനുൽ ബസരി നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു തആല പരിശുദ്ധ പ്രവാചകന്മാരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ അയ്യുഹർ റസൂൽ കുലൂ മിനത് ത്വയ്യിബാതി വഅമലു സാലിഹൻ ഇന്നി ബിമാ തഅമലൂന അലീം. അല്ലയോ റസൂലുമാരെ, അല്ലയോ അള്ളാഹുവിന്റെ ദൂതന്മാരെ, നിങ്ങൾ പരിശുദ്ധമായതിൽ നിന്ന് ഹലാലായതിൽ നിന്ന് ഭക്ഷിക്കുക. അതുപോലെ നിങ്ങൾ സൽക്കർമ്മങ്ങൾ ഭക്ഷിക്കുകയും നിങ്ങൾ നല്ല സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുക. നിങ്ങൾ ഹലാലിൽ നിന്ന് ഭക്ഷിക്കുക, നിങ്ങൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുക. ഇന്നി ബിമാ തഅമലൂന അലീം, തീർച്ചയായിട്ടും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ നന്നായിട്ട് ഞാൻ അറിയുന്നുണ്ട്. ഇവിടെ ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറഞ്ഞത്, യഖൂലു തആല അമിറൻ ഇബാദഹു റസൂൽ അലൈഹിമുസ്സലാം ബിഅക്ലിൽ ഹലാലി വൽ ഖിയാമി ബിസ്വാലിഹി മിനൽ അഅ്മാൽ. ഇവിടെ പരിശുദ്ധരായ റസൂലുമാരോട്, പ്രവാചകന്മാരോട് അല്ലാഹു തആല രണ്ട് കാര്യങ്ങളാണ് ഉപദേശിക്കുന്നത്. ഒന്ന്, അവരോട് ഉപദേശിക്കുന്നത് എന്താണ്? നിങ്ങൾ പരിശുദ്ധമായത് ഹലാലായത് മാത്രമേ ഭക്ഷിക്കുവാൻ പാടുള്ളൂ. രണ്ടാമത് പറഞ്ഞത് നിങ്ങൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണമെന്നാണ്. എന്നിട്ടാണ് അള്ളാഹു പറഞ്ഞത് നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ട് എന്ന്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിന്റെ കൂടെ മഹാനായ ഇബ്നു കസീർ പറഞ്ഞു, ഫൈനൽ അക്ല മിനൽ ഹലാൽ ഔനുൻ അലൽ അമലി സ്വാലിഹ്. തീർച്ചയായിട്ടും ഹലാലായ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അത് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിന് സഹായകരമാകുന്നതാണ്. പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്രക്കാരനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആ യാത്രക്കാരൻ ക്ഷീണിതനാണ്, മുടി ജട പിടിച്ചിട്ടുണ്ട്, വസ്ത്രങ്ങൾ പൊടി പുരട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ യാത്രക്കാരന്റെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം സ്വീകാര്യതയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോലും ഈ യാത്രക്കാരൻ കൈ ഉയർത്തിക്കൊണ്ട് യാ റബ്ബ് യാ റബ്ബ് എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, എന്റെ റബ്ബേ എന്റെ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക്, എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ദുആക്ക് ഉത്തരം ലഭിക്കുക? കിട്ടുകയില്ല എന്നാണ്. എങ്ങനെ കിട്ടുമെന്നാണ്? എന്നിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ മത്അമുഹു ഹറാം, അദ്ദേഹത്തിന്റെ ഭക്ഷണം അന്നം നിഷിദ്ധമായതാണ്. അതുപോലെ തന്നെ മശ്റബുഹു ഹറാം, അദ്ദേഹത്തിന്റെ പാനീയം അത് ഹറാമാണ്. എന്നിട്ട് പറഞ്ഞു, അതുപോലെ തന്നെ മൽബസുഹും ഹറാം, അദ്ദേഹത്തിന്റെ വസ്ത്രവും ഹറാമിലുള്ളതാണ്, ഹറാമിലാണ് അദ്ദേഹത്തിന്റെ ശരീരം ഊട്ടപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, റമദാനിന് ശേഷം നമ്മൾ സൽക്കർമ്മങ്ങളിൽ മുന്നേറുമ്പോൾ നമ്മുടെ സൽക്കർമ്മങ്ങൾ ചോർന്നു പോകുന്ന രീതിയിൽ നമ്മുടെ കാര്യങ്ങൾ ഉണ്ടാകുവാൻ പാടില്ല. ഒരു ബുദ്ധിയില്ലാത്ത മനുഷ്യൻ ബക്കറ്റുമായി വെള്ളം കോരാൻ പോയി. ബക്കറ്റിനാണെങ്കിൽ ധാരാളം സുഷിരങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരു വലിയ സുഷിരമുണ്ട്. കോരുന്ന വെള്ളം ഇങ്ങനെ ചോർന്നു പോവുകയാണ്. ഇതുപോലെ നമ്മൾ കുറെ കർമ്മങ്ങൾ ചെയ്തു, ചോർന്നു പോകുന്നുണ്ട്, അറിയുന്നില്ല. അല്ലെങ്കിൽ നാളെ മഹ്ശറിൽ എത്തിക്കഴിഞ്ഞാൽ ആ കർമ്മം വേറെ ആൾക്ക് വിട്ടുകൊടുക്കേണ്ടി വരും. ഈ അവസ്ഥയിലേക്ക്, ദുരവസ്ഥയിലേക്ക്, പാപ്പരാകുന്ന അവസ്ഥയിലേക്ക്, നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും പോകുവാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട് രാവിലെ ചൊല്ലുവാൻ. അല്ലാഹുമ്മ അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. അല്ലാഹുവേ, നിന്നോട് ഞാൻ ചോദിക്കുന്നു, ഉപകാരപ്രദമായ ഇൽമു ചോദിക്കുന്നു, ഉപകാരപ്രദമായ വിജ്ഞാനം ചോദിക്കുന്നു, പരിശുദ്ധ ഭക്ഷണം ചോദിക്കുന്നു, റിസ്ക് ചോദിക്കുന്നു, സ്വീകരിക്കപ്പെടുന്ന കർമ്മങ്ങൾ ചോദിക്കുന്നു. ഇവിടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചത്, ഇവിടെ ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഉപകാരപ്രദമായ ഇൽമാണ് ചോദിച്ചത്, പിന്നെ പരിശുദ്ധമായ അഥവാ ഹലാലായ ഭക്ഷണമാണ് ചോദിക്കുന്നത്, പിന്നെയാണ് സ്വീകരിക്കപ്പെടുന്ന കർമ്മങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിനെപ്പറ്റി വ്യക്തമായ വിജ്ഞാനം ഉണ്ടായിരിക്കണം. അതുപോലെ ഭക്ഷണം ഹലാലാകണം, എന്നാലേ കർമ്മം സ്വീകരിക്കൂ എന്ന സൂചന ഇതിലടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ട ഇൽമുകളൊക്കെ നന്നായിട്ട് ഉണ്ടാകേണ്ടതുണ്ട്. ഖുർആനും ഹദീസും പഠിക്കുവാൻ നമ്മൾ മുന്നോട്ട് വരേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ അർക്കാനുകൾ,
ലാ ഇലാഹ ഇല്ലയുടെ ഷർത്തുകൾ മറ്റു വിഷയങ്ങളൊക്കെ നമുക്ക് നന്നായി അറിയേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ നാമങ്ങളെ പറ്റി വിശേഷങ്ങളെ പറ്റി നന്നായി അറിവുണ്ടാകേണ്ടതുണ്ട്. നിസ്കാരത്തിന്റെ റുക്കിന് അറിയണം, വാജിബ് അറിയണം. അല്ലെങ്കിൽ എങ്ങനെയാണ്, ഏത് നിലയിലാണ് നമ്മൾ നിസ്കരിക്കുക, ഏതാണ് നിസ്കാരത്തിന്റെ അർക്കാന് തൂണുകൾ, ഏതാണ് വാജിബാത്തുകൾ, ഏതാണ് ഇതിന്റെ സുന്നത്തുകൾ എന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. കൂടെ നമ്മൾ ആളുകളുടെ ഗീബത്തും നമീമത്തും പറഞ്ഞുകൊണ്ട് ബുദ്ധിയില്ലാത്തവൻ വെള്ളം കോരുന്നത് പോലെ ആ അവസ്ഥയിലേക്ക് തരം താഴുവാൻ പാടില്ല. ബുദ്ധിയില്ലാത്ത ആൾ വെള്ളം കോരി കഴിഞ്ഞാൽ വെള്ളത്തിന്റെ ബക്കറ്റിന് പാത്രത്തിന് ദ്വാരമുണ്ടെങ്കിൽ അത് ചോർന്നു പോവുകയാണ്. നിസ്കരിക്കുന്നുണ്ട്, 4 റക്അത്ത് ളുഹർ നിസ്കരിക്കുന്നുണ്ട്, പള്ളിയുടെ പുറത്തൊരു തിണ്ണയുണ്ട്, തിണ്ണയിൽ പോയിട്ട് 4 ആളുടെ ഗീബത്ത് പറഞ്ഞു. ആ 4 ആളുടെ ഗീബത്ത് പറഞ്ഞിട്ട് 4 ഓരോ റക്അത്ത് ഓരോ വ്യക്തികൾക്ക് കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം വീട്ടിലേക്ക് പോകുന്നത്. ഫർള് വീടി എന്നല്ലാതെ അതിന്റെ പ്രതിഫലമില്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ്. ഗീബത്തും നമീമത്തും സൂക്ഷിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും നമ്മിലേക്ക്, നമ്മുടെ ഭക്ഷണത്തിലേക്ക്, റിസ്കിലേക്ക് ഹറാമ് വരുന്നത് ലളിത ജീവിതം ഒഴിവാക്കിയിട്ട് ആർഭാടം വരുത്തുന്നത് കൊണ്ടാണ്. ആർഭാടം നമ്മൾ വെടിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഞാനും നിങ്ങളും ലളിത ജീവിതത്തിന്റെ ഉടമകളായി മാറേണ്ടതുണ്ട്. അല്ലാഹു തആല നമ്മോട് കൽപ്പിച്ചത് വല്ലദീന ഇദാ അൻഫഖു ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ എന്നാണ്. നിങ്ങൾ ചെലവഴിക്കുകയാണെങ്കിൽ പിശുക്കി പിടിക്കേണ്ട, ധാരാളത്തെ കാണിക്കുകയും വേണ്ട, മറിച്ചോ വകാന ബൈന ദാലിക ഖവാമ, മിതമായ മാർഗത്തിൽ ചെലവഴിച്ചാൽ മതി. ഇസ്രാഫ് കാണിക്കണ്ട. കാരണം ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ശയാത്തീൻ, സമ്പത്ത് കാര്യങ്ങളെ ദുർവ്യയം ചെയ്യുന്നവൻ പിശാചുക്കളുടെ സഹോദരന്മാരാണ് എന്ന് അല്ലാഹു തആല മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ വിവാഹങ്ങള്, മറ്റു കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. സ്വന്തം തന്നെ ഞാൻ എന്റെ വിഷയം, നിങ്ങളും നിങ്ങളുടെ വിഷയം പരിശോധിക്കേണ്ടതുണ്ട്. ഒരു മേട അങ്ങോട്ട് ഓഡിറ്റോറിയത്തിൽ കെട്ടിവെച്ചുകൊണ്ട്, അതുപോലെ തന്നെ അതിന്റെ മുമ്പ് വരെ നന്നായിട്ട് ഔറത്ത് മറച്ചിരുന്ന പെൺകുട്ടി അന്ന് പുതുമണവാട്ടിയാകുമ്പോൾ തല ഔറത്ത് പുറത്തേക്ക് കാണിക്കുകയാണ്. ഹറാം വരികയാണ്. കല്യാണത്തിലേക്ക്, വിവാഹങ്ങളിലേക്ക് ഹറാം വരികയാണ്. അന്ന് വരെ സൂക്ഷ്മതയോടുകൂടി ജീവിച്ച പെൺകുട്ടി കൂടുതൽ സൂക്ഷ്മത കാണിച്ചുകൊണ്ട് പടച്ചവനിലേക്ക് നന്നായി അടുക്കേണ്ട സമയത്ത്, നല്ലൊരു പുതിയ ജീവിതം തേടിക്കൊണ്ട് റബ്ബിലേക്ക് കൂടുതൽ അടുക്കേണ്ട സമയത്ത് അവളുടെ നഗ്നത വെളിവാക്കുകയാണ്. അതുപോലെ ദ്വാരമുള്ള കുറെ നെറ്റുകൾ കെട്ടിയിട്ട് ശരീരത്തിന്റെ പാർട്ടുകൾ വെളിവാക്കുകയാണ്. ദീനുണ്ട് എന്ന് വിചാരിക്കുന്ന ആളുടെ സന്താനങ്ങൾ പോലും ഇതിൽ അകപ്പെട്ടു പോകുന്നു. സൂക്ഷിക്കേണ്ടതുണ്ട്. ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന വിവാഹങ്ങളൊക്കെ ആണും പെണ്ണും, അന്യ സ്ത്രീകളും പുരുഷന്മാരും മോരും മുതലും ഉള്ളതുപോലെ കൂടിക്കലർന്നുകൊണ്ട് ഒരു പക്വതയുമല്ലാത്ത രീതിയിൽ മ്യൂസിക്കും ഡാൻസുമായിട്ട് ഇങ്ങനെയൊക്കെ കല്യാണം നടത്തി കഴിഞ്ഞാൽ ആ വിവാഹത്തിന് പുണ്യത്തിന് പരം ശിക്ഷയാണ് കിട്ടുക. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള പല ആർഭാടങ്ങൾ വഴിയാണ് പലരും കടക്കാരായി മാറുന്നത്. ഈ കടം വരുമ്പോഴാണ് കുറെ ആൾക്കാർ ഹറാമിലേക്ക് കൂപ്പുത്ത് കുത്തുന്നത്. അതുപോലെ മിതത്വം പാലിക്കേണ്ടതുണ്ട്. ഉള്ളത് കണ്ട് തൃപ്തിപ്പെടേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു നിനക്ക് വീതിച്ചു നൽകിയതിൽ നീ തൃപ്തിപ്പെട്ടോ, അങ്ങനെയാണെങ്കിൽ നിനക്ക് ധന്യനായി മാറാവുന്നതാണ്. അള്ളാഹു നൽകിയത് തൃപ്തിപ്പെടണം. അപ്പൊ അതുകൊണ്ട് അതിനനുസരിച്ച് ചെലവൊക്കെ നിയന്ത്രിച്ചുകൊണ്ട്, എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം വന്ന് അത് വേറെ കാര്യമാണ്. അല്ലാത്ത കാര്യങ്ങളിലൊക്കെ തൃപ്തിപ്പെട്ടുകൊണ്ട് കടത്തിലേക്ക് പരമാവധി, കഴിവിന്റെ പരമാവധി പോവാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം കടബാധ്യതയോട് മരിച്ചു കഴിഞ്ഞാൽ ആരും അത് വീട്ടിട്ടിട്ടില്ല, ഖബർ ശിക്ഷ ലഭിക്കുന്നതാണ്. ഗൗരവമുള്ള വിഷയമാണ്. ഇന്ന് ആളുകൾക്ക് കടത്തിനെ പറ്റി ഗൗരവമില്ല. ഏതെങ്കിലും ഷോപ്പിന്റെ മുന്നിലൂടെ നടക്കുമ്പോൾ പൈസ കയ്യിലില്ലെങ്കിൽ അങ്ങോട്ട് വാങ്ങുകയാണ്. പിന്നെ ഒരു മാസം കഴിഞ്ഞ് ചോദിക്കുകയാണ്, താങ്കൾ എനിക്കൊരു 800 രൂപ തരാനുണ്ടല്ലോ. ചിന്തയില്ല ആളുകൾക്ക്. നഫ്സുൽ മുഅ്മിനി മുഅല്ലഖത്തുൻ ബിദൈനിഹി ഹത്താ യുഖ്ലാ അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മുഅ്മിനിന്റെ ആത്മാവ് അവന്റെ കടവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. കടവുമായി ബന്ധപ്പെട്ട് കിടക്കുക, ഹത്താ യുഖ്ലാ അൻഹു, അത് വീട്ടുന്നത് വരേക്കും. ആരും വീട്ടിട്ടില്ലെങ്കിലോ? അതുപോലെ കടം വാങ്ങുകയാണെങ്കിൽ സൂക്ഷിച്ച് കണക്ക് സൂക്ഷിക്കേണ്ടതുണ്ട്, എഴുതി വെക്കേണ്ടതുണ്ട്. അടുത്ത ഭാര്യയോടും മക്കളോടൊക്കെ പറയണം, ഉപ്പാക്ക് ഇങ്ങനെ കടമുണ്ട്, നീ അറിയണമെന്ന് പറയേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു വ്യക്തിയുടെ ജനാസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് മയ്യത്ത് നിസ്കരിക്കുവാൻ വേണ്ടി കൊണ്ടുവരപ്പെട്ടു. അള്ളാഹുവിന്റെ ഹബീബായ തിരുനബി തങ്ങൾ ചോദിച്ചു, ഈ വ്യക്തിക്ക് വല്ല കടവുമുണ്ടോ? 2 ദീനാറുണ്ട് കടം എന്ന് പറഞ്ഞു. ഞാൻ നിസ്കരിക്കുന്നില്ല, നിങ്ങൾ നിസ്കരിച്ചുകൊള്ളൂ.
എന്നാണ് റസൂല് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലെ ഞാനത് ഏറ്റിട്ടുണ്ട്, ഞാൻ ആ കടം ഏറ്റിട്ടുണ്ട്. അങ്ങനെ അടുത്ത ദിവസം അബൂ ഖതാദയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോൾ ചോദിച്ചു, കടം വീട്ടിയോ? വീട്ടിയിട്ടില്ല, അദ്ദേഹത്തിന്റെ ഖബറിൽ ചൂടടിക്കുകയാണ്, പെട്ടെന്ന് തണുപ്പ് കൊടുക്കാൻ വേണ്ടി വീട്ടിക്കോ, അത് താങ്കളുടെ ബാധ്യതയാണ്, താങ്കളിനെ ഏറ്റുപോയതാണ്. അദ്ദേഹത്തിന്റെ ഖബറിൽ ഈ കടത്തിന്റെ ചൂട് കൊണ്ട് അദ്ദേഹം പുളയുകയാണ്. വീണ്ടും അടുത്ത ദിവസം കണ്ടു, അപ്പോൾ ചോദിച്ചു, താങ്കൾ കടം വീട്ടിയിട്ടോ? വീട്ടിയിട്ടുണ്ട്. അദ്ദേഹം ഖബറിൽ, ഇപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഖബറിൽ അദ്ദേഹത്തിന്റെ തൊലിക്ക് തണുപ്പ് ലഭിച്ചത്. അതുകൊണ്ട് ലളിത ജീവിതം നയിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മുടെ ആർഭാടങ്ങളാണ് നമ്മുടെ കടക്കാരനാക്കുന്നത്. നമ്മുടെ ആർഭാടങ്ങളാണ് പലപ്പോഴും അധിക സമയം നമ്മുടെ ആധാരങ്ങൾ ബാങ്കിലേക്ക്, പണയത്തിലേക്ക്, ഹറാമിലേക്ക്, അതുപോലെ തന്നെ പലിശയിലേക്ക് കൊണ്ടുപോയി ചെന്നെത്തിക്കുന്നത്. ഷഹീദിന് പോലും അദ്ദേഹത്തിന്റെ കട വീട്ടിയിട്ടില്ലെങ്കിൽ പാപങ്ങൾ പൊറുക്കപ്പെടില്ല എന്നാണ്. ഷഹീദിന്റെ പദവി എത്രയാണ്? ആദ്യ രക്തം ചിന്തുമ്പോൾ തന്നെ ഷഹീദിന്റെ പാപങ്ങൾ മുഴുവൻ പൊറുക്കും. അദ്ദേഹത്തിന് ഖബർ ശിക്ഷയുണ്ട് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഷഹീദിന് എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും, ഇല്ലദ്ദൈൻ, കടമൊഴികെ. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. സാമ്പത്തിക രംഗത്ത് വളരെ വിശുദ്ധി കാണിക്കണം, കണക്ക് സൂക്ഷിക്കണം. അതുപോലെ സഹോദരങ്ങളെ, ഇസ്ലാമിക സംസ്കാരങ്ങൾ കാത്തു സൂക്ഷിക്കണം. റമദാനിന്റെ സന്ദേശമാണ്. പലപ്പോഴും നമ്മുടെ മക്കൾ, പെൺകുട്ടികൾ, ആൺകുട്ടികൾ ഇസ്ലാമിക വേഷമല്ല ധരിക്കുന്നത്. അത് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 6-ാം നൂറ്റാണ്ടിലേക്ക് ബസ്സിൽ കയറ്റി, അല്ലെങ്കിൽ ഏതെങ്കിലും 6-ാം നൂറ്റാണ്ടിലെ ഒട്ടകപ്പുറത്ത് കയറ്റി പിന്നിലേട്ട് അടിക്കുകയാണ്, ചോദിക്കുകയാണ്. നമ്മുടെ ആൺമക്കളിൽ ഭൂരിപക്ഷത്തിന്റെയും ഡ്രസ്സ് നെരിയാണിക്ക് താഴെയാണ്, ഇസ്ലാമിക സംസ്കാരത്തിനെതിരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നെരിയാണിക്ക് താഴെ വസ്ത്രം പുരുഷന്മാർക്ക് വന്നാൽ നരകത്തിലാണ് ആ ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അഹങ്കാരത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഖബർ ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അഹങ്കാരത്തോടു കൂടി നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ച ആളെ പറ്റി റസൂല് പറഞ്ഞു, അയാളെ ഭൂമിയിൽ ആഴ്ത്തപ്പെട്ടു, അന്ത്യനാൾ വരെ അദ്ദേഹം ഭൂമിയിൽ ആഴ്ന്നുകൊണ്ടിരിക്കുന്നതാണ്. അഥവാ അദ്ദേഹത്തിന്റെ ബർസഖി ജീവിതം ആഴ്ന്നുകൊണ്ടേ പോവുകയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്ത്രീകൾ പുരുഷന്മാരുടെ വസ്ത്രം ധരിക്കുന്നത്, പുരുഷന്മാര് സ്ത്രീകളുടെ വസ്ത്രം ധരിക്കുന്നത് വർദ്ധിച്ചു വരുന്നു. നമ്മളൊക്കെ ചോദിച്ചാൽ, ഏതാണ് ഇയാൾ താടിയും വെച്ചിട്ട് 6-ാം നൂറ്റാണ്ടിലേക്ക് വാഹനത്തിൽ കൊണ്ടുപോയാൽ വന്ന മനുഷ്യനാണ് ഇദ്ദേഹം എന്ന് പറഞ്ഞ് കളിയാക്കുകയാണ്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചു, അൽ മുതശബ്ബിഹീന മിനർ റിജാലി ബിൻ നിസാ, പുരുഷന്മാരെ ശപിച്ചു, സ്ത്രീകളോട് സാദൃശ്യമാകുന്ന പുരുഷന്മാരെ. സ്ത്രീകളെ ശപിച്ചു, പുരുഷന്മാരോട് സാദൃശ്യപ്പെടുന്ന സ്ത്രീകളെ. എന്താണ് വേഷവിധാനം പെൺകുട്ടികളോടേത്? ആണുങ്ങളുടെ വസ്ത്രധാരണം സ്വീകരിക്കുന്നു. ഇതെല്ലാം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്. അതുപോലെ തന്നെ കുടുംബബന്ധം സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മുടെ മുഖമുദ്രയാണ് കുടുംബബന്ധം. എല്ലാ പ്രവാചകന്മാരുടെയും മുഖമുദ്രയാണ് കുടുംബബന്ധം ചേർത്തുക എന്നുള്ളത്. അർറഹീമു മുഅല്ലഖും ബിൽ അർശ്, കുടുംബബന്ധം റഹ്മാനായ റബ്ബിന്റെ അർശുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. പലരും കുടുംബബന്ധം മുറിക്കുകയാണ് നിസാര കാര്യത്തിന്. മുമ്പ് സ്വത്തോ ഹരി വെച്ചപ്പോൾ, അല്ലെങ്കിൽ എന്തോ പൈസ ഹദിയ കൊടുത്ത സമയത്ത് അനിയൻ എന്നെക്കാൾ കൊടുത്തു, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് തെറ്റിപ്പോവുകയാണ് ജ്യേഷ്ഠനും അനിയനും. എന്നിട്ട് പലപ്പോഴും കല്യാണത്തിന് വന്നാൽ, എവിടെ നിന്റെ ഇക്കാക്കാനെ കാണുന്നില്ലല്ലോ, അത് ഞങ്ങൾ 4 വർഷമായിട്ട് തെറ്റില്ല, അത് പിന്നെ പറയാമെന്ന് നിസ്സാരവൽക്കരിക്കുക. അർറഹീമു മുഅല്ലഖും ബിൽ അർശ്, കുടുംബബന്ധം അത് അർശുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ആരാണ് കുടുംബബന്ധം ചേർക്കുന്നത്? അള്ളാഹു അവരുമായിട്ട് ബന്ധം ചേർക്കും. ആരാണ് കുടുംബബന്ധം മുറിക്കുന്നത്? അവരോട് അള്ളാഹു ബന്ധം മുറിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് സഹോദരങ്ങൾ, അയൽപക്ക ബന്ധം. പലരും പള്ളികളിലും ജനസേവനത്തിലെ അങ്ങാടിയിലൊക്കെ പ്രമാണിയ, പക്ഷെ അയൽവാസി പറയാണ് എന്ത് പ്രമാണിത്വം, അവനാണ് ഇപ്പൊ നമ്മളോട് ഇങ്ങനെ പലതും ചോദിച്ച് നടക്കുന്നത്. അവൻ ആരാ? അദ്ദേഹം ആരാ? അദ്ദേഹം എന്നോട് തെറ്റിയിട്ട് വർഷങ്ങളായി. ശ്രദ്ധിക്കേണ്ടതുണ്ട്. അയൽവാസി പറയുക, അയൽവാസി നമ്മളെ പറ്റി ഇങ്ങനെ പരാതി പറയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജിബ്രീൽ എന്നോട് അയൽവാസിയെ പറ്റി വസിയത്ത് ചെയ്തു, ഞാൻ പേടിച്ചു പോയി, മരിച്ചു കഴിഞ്ഞാൽ അനന്തര സ്വത്ത് കൊടുക്കേണ്ടി വരുമോ എന്ന് പറയും വിധമാണ് ഉപദേശിച്ചത്. ശക്തമായ ഭാഷയിലാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക, ബന്ധങ്ങൾ നന്നാക്കുക. അല്ലാഹു തആല ഖൈറുകൾ പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്.
ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി തഖ്വയാകുന്ന പാതയ സാധനം ഒരുക്കിക്കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. അള്ളാഹു മരണം വരെ മുത്തഖീങ്ങളായിട്ട് ജീവിക്കുവാനും മുസ്ലിമായിട്ട് മരിക്കുവാനുള്ള മഹാഭാഗ്യം നൽകി നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ പെരുന്നാളിന്റെ ദിനത്തിൽ മറ്റൊരു സന്ദേശമായി പറയുവാനുള്ളത്, നമ്മളെല്ലാവരും ജനസേവകരായി മാറേണ്ടതുണ്ട്. അത് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കേണ്ട സംഗതിയല്ല. ജനസേവനം നമ്മുടെ മുഖമുദ്രയാകണം, നമ്മുടെ ചര്യകളിൽ ഉൾപ്പെട്ട സംഗതിയായിരിക്കണം. അഹബ്ബുന്നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന് ജനങ്ങളിൽ ഏറെ ഇഷ്ടമുള്ളത് ജനങ്ങൾക്ക് ഏറെ ഉപകാരമുള്ള ആളുകൾക്കാണ്. ചില ആളുകളുണ്ട്, വലിയ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളൊക്കെ ആയിരിക്കും, പക്ഷേ ഒരാളെ പ്രയാസം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇടപെടാനൊന്നും അത് മൈൻഡ് ചെയ്യാതെ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരുടെ ഇബാദത്തിന്റെ ആത്മാർത്ഥം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് രോഗി സന്ദർശനം. അത് നമ്മുടെ ചര്യകളിൽ എപ്പോഴും അത് സ്ഥാനമുണ്ടായിരിക്കണം. ഇന്നലെ രാത്രി, പെരുന്നാളിന്റെ രാത്രി, ഒരു രോഗിയെ സന്ദർശിച്ചു. അപ്പോഴാണ് നമുക്കൊക്കെ അള്ളാഹു തന്ന നിഅ്മത്ത് ബോധ്യപ്പെട്ടത്. അദ്ദേഹം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് കിഡ്നി മാറ്റിവെക്കാൻ സാധിക്കില്ല, ബോഡി ഫിറ്റല്ല, അതാകെ ക്ഷയിച്ചിട്ടുണ്ട്, വളരെ ശോഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുകയുമില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞതാണ്. അങ്ങനെ പോയ സമയത്ത് രാത്രി ഒരു 9:30 മണിക്ക് പോയി, 9 മണിക്ക് പോയ സമയത്ത് അദ്ദേഹത്തിന്റെ അന്ന് ഡയാലിസിസ് ചെയ്തുകൊണ്ട് എന്തോ ബുദ്ധിമുട്ട് കൊണ്ട് അദ്ദേഹത്തിന് മസിൽ കയറിയിട്ട് ശക്തമായ വേദന കൊണ്ട് പുളയുകയാണ്. അപ്പോഴാണ് ശരിക്ക്, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അടിയന്തരമായിട്ട് ഹോസ്പിറ്റലിൽ പോകണം, അല്ലെങ്കിൽ ഇന്നത്തെ ഉറക്കം ഇല്ലാതെയാകും. എത്ര ആളുകളുണ്ട് വേദന കൊണ്ട് പൊളഞ്ഞിട്ട് ഉറക്കം വരാത്ത ആൾക്കാർ. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ രോഗികളെ നിത്യേന സന്ദർശിക്കുന്ന ആളുകളായി മാറണം. ഇന്നൽ മുസ്ലിമ ഇദാ ആദ അഖാഹു അൽ മുസ്ലിം ലം യസൽ ഫീ ഖുർഫത്തിൽ ജന്നതി ഹത്താ യർജി. ഒരാൾ രോഗിനെ സന്ദർശിച്ചാൽ മടങ്ങി വരുന്നത് വരെ സ്വർഗീയ കനികൾ അദ്ദേഹം പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില്ലറ സംഗതിയല്ല. അതുപോലെ തന്നെ 70,000 രാവിലെ രോഗിയെ സന്ദർശിച്ചാൽ വൈകുന്നേരം വരെ 70,000 മലക്കുകൾ അവർക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. വൈകുന്നേരം ഒരു രോഗിനെ സന്ദർശിച്ചു കഴിഞ്ഞാൽ രാവിലെ വരെ തിരിച്ചും മലക്കുകൾ പ്രാർത്ഥിക്കും. അതുകൊണ്ട് നമ്മുടെ ചര്യകളിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ജനസേവനം നമ്മുടെ മുഖമുദ്രയാകട്ടെ, രോഗീ സന്ദർശനം നമ്മുടെ മുഖമുദ്രയാകട്ടെ. എന്നിട്ട് തൗഹീദുള്ള ആളുകളായിട്ട് ശിർക്ക് കലരാത്ത ജീവിതം നയിച്ച് അതിൽ നിന്ന് സൂക്ഷ്മത പുലർത്തി അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമകളായിട്ട് മരണം വരെ ജീവിച്ച് ആ മില്ലത്തിലായിക്കൊണ്ട്, ആ ആദർശത്തിലായിക്കൊണ്ട് മരണപ്പെടുവാൻ തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് അള്ളാഹു ദുന്യാവിൽ അന്തസ്, നിർഭയത്വം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്, രോഗങ്ങളിലാണ്. പ്രയാസത്തിന് അള്ളാഹു പെട്ടെന്ന് അറുതി നൽകട്ടെ. അവര് സഹിച്ചിട്ടുള്ള കഷ്ടപ്പാടുകൾക്ക്, ബുദ്ധിമുട്ടുകൾക്ക് അള്ളാഹു സ്വർഗത്തിൽ വലിയ പദവികൾ അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് നമ്മളെ അള്ളാഹു മുസ്ലിമാക്കി മരിപ്പിക്കട്ടെ. ഫിർദൗസി എന്ന സ്വർഗത്തിൽ പ്രവാചകന്മാരുടെ, സിദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ചേർക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا تقبل. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا تقبل منا ربنا تقبل منا انك انت السميع العليم. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.